വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ അതാ സമയം 6 മണിയാട്ടോ. അപ്പോൾ ഞാൻ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുത്തൻ എന്നെ കാത്തിരിപ്പാണ് വാതിലിൻ്റെ അടുത്ത്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു കളിയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോനും കൂടി എണിച്ചിട്ടുണ്ട്. അവനക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നടക്കാൻ പുറത്ത് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും ഇതാ നല്ല മഞ്ഞുണ്ട്. മരമൊന്നും കാണുന്നില്ല, അങ്ങനെ മഞ്ഞ് മൂടിയിട്ടുണ്ട്. അപ്പോൾ അതിരാവിലെ നല്ലോണം മഞ്ഞുണ്ടാവും. അപ്പോൾ നേരെ കുറച്ച് വെളുക്കാൻ തുടങ്ങുമ്പോൾ മഞ്ഞൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അപ്പോഴാണ് നാഷ്ടത്തിന് എന്തെങ്കിലും കറി ആക്കണം. അപ്പോൾ എന്ത് കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവര ഉണ്ട് ഇരിപ്പിട്ട്, അത് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത് കൈക്ക് കിട്ടുന്നതെല്ലാം പറിച്ച് ഞാൻ. അപ്പോൾ കുറേ അങ്ങോട്ടുള്ളതാണ് ഓടിൻ്റെ മുകളിൽ. അപ്പോൾ അതൊന്നും പറിക്കാനാവില്ല. അങ്ങനെ സൈഡിലുള്ളതെല്ലാം കുറച്ച് പറിച്ച്, മാത്രമേ അത് തേയില്ല കറിക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് പറിച്ചിട്ട് പിന്നെ നോക്കാം, ആരെക്കൊണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടെങ്കിൽ പറിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കൈ കിട്ടുന്നത് കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇനി വിട്ടെങ്കിൽ ഇവിടെ കുരങ്ങന്മാരുണ്ട്, കുറേ വന്നിട്ട് തിന്നിട്ട് പോവും. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ വന്ന് തിന്ന് പോയ ബാക്കിയാണിത്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്, അതും കൂടി പറിക്കുക, അല്ലെങ്കിൽ അതും കൂടി വന്ന് തിന്നിട്ട് പോവും. ഇനി ആന്നേ ഉള്ളൂ ചില ചെടിയിലെല്ലാം. അപ്പോൾ ആ സമയത്താണ് അവന് കയറിയിട്ട് അവിടെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞിട്ട്, ഏത് പണി എടുക്കുമ്പോഴും അവനുണ്ടാവും അവിടെ. അങ്ങനെ കുട്ടികളൊക്കെ നാഷ്ടാക്കിയിട്ട് സ്കൂളിൽ പോയി. എന്നിട്ട് ഞാനിവിടെ ക്ലീനിങ്ങിലാണ്. തുടച്ചിട്ടൊക്കെ ബെഡ് നിറച്ച് പൊടിയായിട്ട്. അപ്പോൾ ആ പൊടിയെല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മളവിടെ എന്നും പൊടിയാണ്, റോഡ് സൈഡായതുകൊണ്ട് കുറേ പൊടിയാണ്. അപ്പോൾ എന്നും ഞാൻ ഇത് പൊടി എടുത്തിട്ട് തന്നെ വേണം. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കണമല്ലോ. അപ്പോൾ അതാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻ പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ കൊഡ എന്നാണ് അതിന് പറയൽ. അപ്പോൾ അതിന് വേറെന്ത് പേരെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ മീൻ കല അങ്ങനെ മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് കഴിയണം. എത്ര ആയാലും ഇത് പെട്ടെന്നാവില്ല. ഇത് കുറച്ച് തടിച്ച മീനായതുകൊണ്ട് ഒരു മണിക്കൂർ എങ്ങനെ മസാല തേച്ചിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ 2 മണി ആയിട്ടുണ്ട്. ഇനി പൊരിച്ചിട്ട് ചോറ് വയ്ക്കുമെന്ന് അറിയില്ല. അപ്പോൾ ലേറ്റായെങ്കിൽ സാരില്ല, ഒരു അരമണിക്കൂറെങ്കിൽ ഉപ്പും പുളി നല്ലത് പൊടിക്കട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അങ്ങനെ കുറച്ച് കോവക്ക ഉണ്ടായിന്, ഞങ്ങൾ ചെടിയുമ്പോൾ തന്നെ ഉണ്ടായത്. അത് കുറച്ച് വറവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊന്നും തീരെ കൂട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കുന്നുള്ളതാണ്. അപ്പോൾ അതാ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിതാ മീൻ ഫ്രൈ ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ ഇതന്നെ, മീൻ ഫ്രൈയും കോവക്ക വറവും പരിപ്പിൻ്റെ കറിയാണ്. അപ്പോൾ ഇത് വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഐഡിയ ഒന്നും എനിക്കത്ര അറിയില്ല, എന്നാലും എനിക്കറിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പോയിട്ട് എല്ലാം പഠിക്കും, ശരിയാവും. ഏത് പെട്ടെന്നാവില്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നോക്കാം, ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് ഞാനിനി പിന്നെ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.